വലിയ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് മുഴുവൻ ഇത് പ്രായോഗികമായി ചേരുന്നതല്ല ഈ പെട്രോൾ എന്ന അറിയാവും എന്നിരിക്കെ ഒരു ട്രാൻസിഷൻ, ഇങ്ങനെ ഒരു മാറ്റം കൈകാര്യം ചെയ്യാൻ എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടത്? കേവലം സംശയങ്ങളല്ല, 100% ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, പരിസ്ഥിതിക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കേന്ദ്ര സർക്കാരിനെ അകാരണമായി വിമർശിച്ചാൽ മതി എന്ന മനോഭാവത്തിലേക്ക് ഇത്തരം ആളുകൾ വന്നു ചേരുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് ആദ്യമേ പറയാനുണ്ട്. ഞാനും ജപ്പാൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നിതിൻ ഗഡ്കരിയുടെ മകന്റെ കാര്യമൊക്കെ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് ഉന്നയിക്കുന്നത് കേട്ടു. നോക്കൂ, നിതിൻ ഗഡ്കരിയുടെ മകനാണോ ഈ പറയുന്ന ഇന്ത്യയിൽ എത്തനോൾ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള്? മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന ഷുഗർ മില്ലുകളുടെ 50% കൈയാളുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കന്മാരാണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ഇപ്പോ മഹാരാഷ്ട്രയിൽ ആകെ 202 മില്ലുള്ളതിലെ 190 പ്രൈവറ്റ് മില്ലുകളാണ്. അതിന്റെ പകുതിയോളം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ ബാരൻ എന്ന് പറയുന്നത് ശരത് പവാർ ഫാമിലിയാണ്. ശരത് പവാർ ഫാമിലിക്ക് 458 TDP പ്രൊഡക്ഷൻ ആണ് ഒരു വർഷം ഉള്ളത്. ഏറ്റവും വലിയ ഷുഗർ ബാരനാണ്. അത് INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ലേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചിരുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിതിൻ ഗഡ്കരിയെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? കാരണം ഈ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഷുഗർ ഇൻഡസ്ട്രി മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അതിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അവിടെ നിക്ഷേപ നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഗുണമുണ്ടാവും. നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 0.07% മാത്രമാണ്. അത് ഈ പറയുന്ന എത്തനോൾ പോളിസിക്ക് ശേഷം ആരംഭിച്ചിട്ടുള്ള കമ്പനിയല്ല, അതിനേക്കാൾ മുൻപേയുള്ള കമ്പനിയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചാണോ? അവിടെ തന്നെ ഈ ചർച്ച തെറ്റായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്തോ പുതിയ നയം നടപ്പാക്കിയെന്നാണ് പറയുന്നത്. ഇത് 20 വർഷത്തിലേറെ പഴക്കമുള്ള നയമല്ലേ? ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 2001 അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. ഇനി നീ എങ്ങാനും 2006 UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് E5 പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്തത്. 10 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും 5% ബ്ലെൻഡിംഗ് നടത്താൻ പറഞ്ഞ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് 2006 പ്രഖ്യാപിച്ചു. 2013 ജനുവരി മാസത്തിൽ, അപ്പോഴും UPA സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത്, അപ്പോഴാണ് ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ഈ പോളിസി. ഇതൊരു മഹാസംഭവമാണ്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം പദ്ധതി 2001 മുതൽ ആരംഭിച്ചത്. 2013 ജനുവരിയിൽ UPA സർക്കാരിന്റെ കാലത്ത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അഫക്റ്റഡ് ആവുന്നത് ആരാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള 10 കൊല്ലം മുൻപ് വാങ്ങിയ സ്കൂട്ടറുമായി പോകുന്ന ഒരാൾ. ഇത് അയാൾക്ക് അറിവുള്ളതാണോ? അയാൾ അറിഞ്ഞിട്ടില്ല. E20 മാറിയത് അയാൾ അറിഞ്ഞിട്ടില്ല. ഞാനും ശംഖും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ല. അയാൾക്കൊരു ഓപ്ഷൻ ഇല്ല. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. നിങ്ങൾ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് E20 പറ്റി അറിയാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കോ സാധാരണ മനുഷ്യർക്കോ ഇതിനെപ്പറ്റി അറിയില്ലെന്ന് പറഞ്ഞു. ആർക്ക് ഉത്തരവാദിത്തമായിരുന്നു ജനങ്ങളെ അറിയിക്കേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തി, നിരുത്തരവാദിത്തപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി. അത് പിന്നെ 2001 മുതൽ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി, 2004 റോൾ ഔട്ട് ചെയ്തിട്ടുള്ള പദ്ധതി, 2013 ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പദ്ധതി, 2014 മുതൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി, E10 വാഹനങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് 2021 നീതി ആയോഗ് റോഡ് മാപ്പ് പുറത്തിറക്കുകയും 2021 ഓഗസ്റ്റ് മാസത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള കമ്പനികൾ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വലിയ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് വിദേശ നിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ 1 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതി 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ റിയലൈസേഷൻ സ്റ്റേജ് വരെയും സാധാരണ മനുഷ്യരുടെ വിവരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയാണ് ഈ നാട്ടിൽ എടുത്തോണ്ടിരുന്നത്? നിങ്ങൾ സ്വയം ആലോചിക്കണം. കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? സർക്കാരിന്റെ ട്രാൻസിഷന്റെ കുഴപ്പമല്ല, ശരിയായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം സെൻസേഷനലിസത്തിന്റെ മുകളിൽ നിങ്ങൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം ഉണ്ടായത്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ എത്തനോളിന്റെ കാര്യത്തിൽ ഹൈ ഒക്ടേൻ റേറ്റിംഗ് ആണ്. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് 84.4 ആണെങ്കിൽ ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിന്റെ ഈ പറയുന്ന ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 104 ആണ്. അതായത് ഹയർ ഒക്ടേൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ കമ്പഷൻ ആണ്, കൂടുതൽ കത്താനുള്ള ക്ഷമതയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും, അതുകൊണ്ട് കാർബൺ എമിഷൻ കുറയും. അതേപോലെ തന്നെ എത്തനോളിന് ഈ പറയുന്ന ക്ലീനിങ് എഫക്ട് ഉള്ളതുകൊണ്ട് ഈ വാഹനങ്ങളുടെ ഇഞ്ചക്ടേഴ്സ് ആവട്ടെ, അതേപോലെ തന്നെ വാർണിഷ് ബിൽഡപ്പ് ആവട്ടെ, അതേപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ആവട്ടെ, ഇതിൽ കുറവുണ്ടാവും.
പഠനം മാത്രമേ ഞാൻ പറയാം. അപ്പൊ മാരുതി സുസുക്കി കഴിഞ്ഞ വർഷം 2.84 കോടി വാഹനങ്ങളാണ് സർവീസ് ചെയ്തത്. അതിൽ 1.5 കോടി 1.5 കോടി വാഹനങ്ങൾ എന്ന് പറയുന്നത് E20 കമ്പാറ്റബിൾ അല്ലാത്ത വാഹനങ്ങളാണ്. മാരുതി സുസുക്കി പറയുന്നു 1.5 കോടി വാഹനങ്ങൾ പരിശോധിച്ചതിൽ E20 ഉപയോഗിച്ചത് കൊണ്ട് E10, E5, E0 എഞ്ചിനുകളിൽ ഒരെണ്ണത്തിൽ പോലും എഞ്ചിൻ കൊറോഷനോ എഞ്ചിനുമായി ബന്ധപ്പെട്ട കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനക്ഡോട്ടൽ ഡാറ്റ എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് E20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറുണ്ടാവും, ഈ പറയുന്ന വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനേ സാധിക്കില്ലെന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണമാണ്. നാളെ ഇപ്പൊ പെട്രോൾ പകരം പച്ചവെള്ളം ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൊടുത്താൽ ഇവർ പറയും ഈ പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ജലലഭ്യത വല്ലാണ്ട് കുറയും, പറയുന്ന ഭൂഗർഭ ജലത്തിന്റെ തോത് കുറയും, അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ പാടില്ല, എന്തിനും വിമർശിക്കുക എന്ന നിലയിലേക്ക് ചില ആളുകളുടെ മനോഭാവം മാറിയത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാണിക്കുന്നത്, അതല്ലാതൊന്നുമല്ല. ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? അല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയമായ നിലപാടുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയമായ നിലപാട് ഇത് വെച്ചിട്ടല്ല. വ്യക്തമായും ഏത് ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ചെയ്താൽ ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വെച്ച് തള്ളിക്കളയേണ്ട, അത് അദ്ദേഹത്തിന് ചെയ്യാം, എനിക്കത് പറയേണ്ട കാര്യമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. കരിമ്പും മാത്രമല്ല, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ വളരെ നെഗറ്റീവായ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എൻവറോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരുപാട് വെള്ളം വേണ്ട ഒരു സാധനമാണ് കരിമ്പ്, ഒരുപാട് വെള്ളം. അതിനിപ്പോ ഇവിടെ ആരെങ്കിലും അത് എതിർത്തോ? ഇതിനു വേണ്ടി കൂടുതൽ വ്യാവസായിക കൃഷി ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന കാർബണോ അല്ലെങ്കിൽ മീഥൈനോ ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടി വളം മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ മീഥൈൻ കൂടി നിന്ന് കുറച്ചാൽ ഒരുപക്ഷെ കൂടുതൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ രാസവളങ്ങൾ വേണം. അപ്പൊ കൂടുതൽ നൈട്രസ് ഓക്സൈഡ് ആണ് അപ്പൊ കൂടുതലായി പുറത്തേക്ക് വരാൻ പോകുന്നത്. നീ എന്താ ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, നമ്മൾ സെൽഫ് റിലയന്റ് ആവണം. പക്ഷെ ആദ്യം സെൽഫ് റിലയന്റ് ആവേണ്ടത് ഭക്ഷണത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ പോലൊരു രാജ്യം തകർന്നു പോയതിന്റെ കാരണം നമുക്കിന്നറിയാം, ഭക്ഷണം വേണ്ടപ്പെട്ട സമയത്ത് കിട്ടാതില്ല. ആളുകൾ ഈ അപ്പത്തിന് വേണ്ടി ക്യൂ നിന്നതിന്റെ ഫലമാണ് അവിടെ ആളുകൾ പോളണ്ടും സോവിയറ്റ് യൂണിയനും ചെക്കോസ്ലോവാക്യയും ഒക്കെ പൊളിഞ്ഞു പോയത്. അതന്നെ മോനെ അങ്ങനെ പറയുന്നത്. എന്ത് നയം വന്നാലാണ് നമ്മൾ അതിന്റെ പരിസ്ഥിതി പ്രശ്നം പറയുന്നത്? ഇപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞു EV-യിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന്. EV-കളെ സർക്കാർ EV-കളെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറഞ്ഞിരുന്നത്? ഈ പറയുന്ന EV വരുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം അതിന്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പോലെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മൈനിങ് നടത്തേണ്ടി വരും. അങ്ങനെ മൈനിങ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷത്തെ പെട്രോൾ കൺസപ്ഷൻ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. 10 വർഷത്തിനിടയ്ക്ക് പാകിസ്ഥാനിലെ പെട്രോളിന്റെ റേറ്റ് 48% വർദ്ധിച്ചു, ബംഗ്ലാദേശിൽ 45% വർദ്ധിച്ചു, നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ 36% വർദ്ധിച്ചു, ജർമ്മനിയിൽ 20% വർദ്ധിച്ചു, ഇറ്റലിയിൽ 18% വർദ്ധിച്ചു. ലോകത്തിന്റെ എല്ലായിടത്തും നടത്തിയിട്ടുള്ള പെട്രോളിന്റെ വില വർധന നോക്കൂ. ഇന്ത്യയിൽ പക്ഷെ 5% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അതിലൂടെ എന്ത് പ്രസക്തി ഉണ്ട്? ഇത് ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രൈസ് റെഗുലറൈസേഷൻ ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള ആകെ പെട്രോളിന്റെ 20% ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാവുമ്പോൾ മൊത്തം സ്റ്റോക്കിന്റെ 5-1 ഭാഗം ഡൊമസ്റ്റിക് പ്രൊഡക്ഷനായി മാറുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളും പെട്ടെന്നുള്ള യുദ്ധങ്ങളും എല്ലാം പെട്രോളിയം പോലെയുള്ള സംഗതികളുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്താറ് നമുക്ക് ആഭ്യന്തരമായിട്ടൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണഭോക്താവാണ് നാം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ ദുരുപദിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിന്റെ പിന്നിൽ പരിസ്ഥിതി സ്നേഹമല്ല ഉള്ളത്, ഇത് കേന്ദ്ര സർക്കാർ വിരുദ്ധതയാണ്. ഇതിന് മറ്റൊരു പദ്ധതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന EV-യിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സസ്റ്റൈനബിൾ ഫ്യൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അന്ന് അത് ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അസംബ്ലി പിരിച്ചുവിട്ടു.